ഇന്ന് RJ45 കണക്ടർ എങ്ങനെയാണ് Cat6 കേബിളിൽ ക്രിമ്പ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനായിട്ട് കേബിള് ആദ്യം സ്ലീവ് കളയുക. അതിനുശേഷം ആവശ്യമില്ലാത്ത ഈ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക. ഇതിനായിട്ട് നമുക്ക് ക്രിമ്പിംഗ് ടൂളിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ പോർഷൻ കുറച്ച് പുറത്തേക്ക് വലിച്ചെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് മൊത്തം 4 ജോഡി കേബിളുകളുണ്ട്. അതായത് മൊത്തം 8 കേബിള്. ആ 8 കേബിള് നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുക. ഇതിനൊരു കളർ കോഡുണ്ട്. ആ കളർ കോഡ് എങ്ങനെയാണ് ഈ RJ45 കണക്ടറിലേക്ക് കൊടുക്കാനുള്ളതെന്നുള്ള കളർ കോഡുണ്ട്. ആ കളർ കോഡ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫോട്ടോയും നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനനുസരിച്ച് വേണം ഈ കണക്ടർ ഇതിലേക്ക് ക്രിമ്പ് ചെയ്യാനുള്ളത്. ഈ സ്ലീവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് സ്ട്രൈറ്റ് ചെയ്തെടുക്കാം. ഓരോ കേബിളും നല്ല രീതിക്ക് സ്ട്രൈറ്റ് ചെയ്തെടുക്കുക. ആദ്യ തവണ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. നിങ്ങൾ ഡെയിലി വർക്കിന് പോകുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡിന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓറഞ്ച് വൈറ്റ്, സെക്കൻഡ് ഓറഞ്ച്, അടുത്ത ഗ്രീൻ വൈറ്റ്, ബ്ലൂ വൈറ്റ്, ഗ്രീൻ, ബ്രൗൺ വൈറ്റ്, ബ്രൗൺ. ഇതാണ് അതിൻ്റെ ഓർഡർ. ഈ കളർ കോഡ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം, സ്ട്രൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഏകദേശം ഒരു അളവ് കണക്കാക്കുക. ഇത് ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ അളവ് കണക്കാക്കിയാൽ മതി. അതിനുശേഷം നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു അളവ് കിട്ടിക്കോളും. അത് കട്ട് ചെയ്ത് ബാക്കി കളയുക. അതിനുശേഷം ഇതിൻ്റെ ഈ ക്ലിപ്പ് വരുന്ന പോർഷൻ അല്ലാതെ ഈ ഫേസ് വരുന്ന പോർഷൻ എടുത്ത് കറക്റ്റ് ചെയ്ത് ഇതിനകത്തേക്ക് പ്രസ് ചെയ്യുക. ഈ സ്ലീവ് കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറിയിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുക. അതുപോലെ ഇതിൻ്റെ മോൾ പോർഷൻ കൃത്യമായും ഫുള്ളായിട്ട് കയറിയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് ഒരു പ്രാവശ്യം പ്രസ് ചെയ്യും. ഓക്കെ, അപ്പോൾ തന്നെ അതിമനോഹരമായിട്ട് നമുക്കിത് കണക്റ്റ് ആയതായിട്ട് കാണാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.